ഞാൻ ഈ ബഡ്ജറ്റിനെ അനുകൂലിക്കുകയാണ്. ബഡ്ജറ്റിൻ്റെ ആദ്യ വാചകം തന്നെ കേരളത്തിന് പ്രത്യാശ നൽകുന്നതാണ് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സൂര്യോദയ സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ വളർച്ചയെ വെല്ലുവിളികളെയും ആശങ്കകളെയും അഭിമുഖീകരിച്ച് എങ്ങനെ ത്വരിതപ്പെടുത്താമെന്ന അന്വേഷണവും പ്രായോഗിക നിർദ്ദേശവും അടങ്ങിയതാണ് ഈ ബഡ്ജറ്റ്. അതാണ് കേരളത്തിൻ്റെ പ്രത്യാശ. കേരളത്തെ മുടിഞ്ഞുപോയ നാടെന്ന് ചിത്രീകരിക്കുന്ന കേരള വിരുദ്ധരെ അഗാധമായി നിരാശപ്പെടുത്തിക്കൊണ്ട് തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ എന്ന ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ സംസ്ഥാനത്തെ പറയാൻ മാത്രമല്ല പ്രയോഗത്തിൽ വരാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട വിൻസെൻ്റ്. നമ്മുടെ സംസ്ഥാനത്തെ അതിവേഗം നവീകരിക്കാനും ലക്ഷ്യമിട്ട ബൃഹത് പരിപാടികളാണ് ഈ ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് സാർ ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ബഡ്ജറ്റ് ജനപക്ഷ ബഡ്ജറ്റാണ്. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ഇതൊരു നിസ്വപക്ഷ ബഡ്ജറ്റാണ്. ആരെയാ സാർ ഈ ബഡ്ജറ്റ് ചേർത്തു പിടിക്കുന്നത്? നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ, പാവപ്പെട്ടവർ. ഇതൊരു ജെൻഡർ ബഡ്ജറ്റാണ്, സ്ത്രീപക്ഷ ബഡ്ജറ്റാണ് എന്നുകൂടി പറയാം. കുടുംബശ്രീക്ക് നീക്കിവെച്ച തുക പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ജെൻഡർ ബഡ്ജറ്റ് എന്ന നിലയിൽ വകകൊള്ളിച്ച തുക ബഡ്ജറ്റിലുണ്ടല്ലോ, പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഒരു കാര്യമാണ് ഈ ബഡ്ജറ്റ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്: ഏതു പ്രതിസന്ധി സൃഷ്ടിച്ചാലും, എന്തെല്ലാം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും സാധാരണക്കാർക്ക് കൊടുക്കേണ്ടുന്ന ആനുകൂല്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒപ്പം നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും മുടക്കം വരുത്താൻ LDF ഗവൺമെൻറ് തയ്യാറല്ല. ആ പ്രഖ്യാപനമാണ് സാർ നടത്തുന്നത്. ഇപ്പോൾ വലിയ വിമർശനം എന്താ? കെടുകാര്യസ്ഥതാണ് ഈ ഗവൺമെൻറ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ വൈത്താരി പോലെ പറഞ്ഞു നടക്കുകയല്ലേ. പക്ഷെ എന്താ കണക്കുകൾ? ബഡ്ജറ്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആസൂത്രണ കമ്മീഷന്റെ ഇക്കണോമിക് റിവ്യൂ, സാമ്പത്തിക അവലോകനം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാം വ്യക്തമായി പറയുകയാണ് നമ്മുടെ നികുതി വരുമാനം, നികുതിയേതര വരുമാനവും ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്നും സ്തംഭിപ്പിച്ചിട്ടില്ല. ട്രഷറി പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ വ്യാമോഹിക്കുന്നത് പോലെ പൂട്ടുന്നില്ല. കേരളം മുന്നോട്ട് തന്നെ പോവുകയാണ്. ആ മുന്നോട്ട് പോക്കിന് കൂടുതൽ ആവേശം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നന്നായി ഈ ഗവൺമെന്റിനെ സാമ്പത്തികമായി ഞെരുക്കാൻ കേന്ദ്രം ഇടപെടുന്നു. അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലായില്ലേ സാർ? ഫിസിക്കൽ ഫെഡറലിസത്തിന്റെ എല്ലാ തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് യൂണിയൻ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അഭിപ്രായ വ്യത്യാസമുണ്ടോ കോൺഗ്രസിന്? കേരളത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഞങ്ങൾ MLA-മാരും MP-മാരും ഒക്കെ കൂടി ഡൽഹിയിൽ 8-ാം തീയതി സമരത്തിന് പോയി. അതിൻ്റെ തലേ ദിവസം അവരെ സമരം നടത്തിയത് കർണാടകയിൽ നിന്നാണ്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഈ സമരത്തിൽ നിങ്ങളെ ക്ഷണിച്ചതാണ്. ഇപ്പൊ എന്ത് തൊടുന്യായങ്ങളാണ് പറയുന്നത്? ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. എന്താണ്? തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് വരാൻ പറ്റില്ല. അത് ഈ സഭയിൽ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന വിഹിതം വേണ്ട എന്ന അഭിപ്രായമാണോ? പറയണ്ടേ? എന്നിട്ടെന്താ ആക്ഷേപിച്ചത്? ശ്രീ VD സതീശന്റെ ആക്ഷേപം എന്ന് പറയുന്നത് നാടകമെന്നാണ്. നിങ്ങളുടെ അഖിലേന്ത്യാ നേതാവ് ബഹുമാന KC വേണുഗോപാലും പറഞ്ഞത് ഡ്രാമയെന്നാണ്. ഒരാൾ മലയാളത്തിലും മറ്റൊരാൾ ഇംഗ്ലീഷിലും, അത്ര വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, എന്ത് മുദ്രാവാക്യങ്ങളാണ്, എന്ത് ആവശ്യങ്ങളാണ് ഈ സമരത്തിലൂടെ കേന്ദ്രത്തോട് ഉന്നയിച്ചത്? ആ സമരത്തിന് പിന്തുണ നൽകി വന്നവരാരൊക്കെ നിങ്ങൾ നോക്കട്ടെ. ആസേതു ഹിമാചലം എന്നു തന്നെ പറയാം. നേതാക്കന്മാർ ആ സമരത്തിൽ പങ്കെടുത്തു. കാശ്മീരിൽ നിന്ന് ഫറൂഖ് അബ്ദുള്ള, കെജ്രിവാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രി, പഞ്ചാബിന്റെ മുഖ്യമന്ത്രി, തമിഴ്നാടിന്റെ മന്ത്രിമാർ, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സന്ദേശം അയച്ചു. കപിൽ സിബൽ പണ്ട് കോൺഗ്രസ് ആയിരുന്നല്ലോ അടുത്ത കാലം വരെ. ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖ അഭിഭാഷകരിൽ ഒരാൾ
അങ്ങനെ എത്ര പേർ? അവരെല്ലാം പിന്തുണ പ്രഖ്യാപിച്ചൊരു സമരമാണ്. എന്താ ഒരു പിന്തുണ പ്രഖ്യാപിക്കാൻ കാരണം? കേരളം ഉന്നയിക്കുന്നത് ന്യായമായ ആവശ്യമാണ്. ഫെഡറൽ സ്വഭാവത്തെ ലംഘിച്ചുകൊണ്ടാണ് ഈ കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. കേന്ദ്രത്തിന്റെ അജണ്ട ഹിന്ദുത്വ രാഷ്ട്രമാണ്, അധികാര കേന്ദ്രീകരണമാണ്. അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേരളം ചോദിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾക്കൊപ്പമാണ് ഈ നാട് എന്നാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. പക്ഷെ നിങ്ങൾ മുഖം തിരിഞ്ഞു നിന്നില്ലേ? നിങ്ങൾ ആ സമരത്തെ തള്ളി പറയുന്നില്ലേ? നിങ്ങൾ ഈ കേരളത്തോട് കാണിക്കുന്ന വഞ്ചനയല്ലേ? ഓരോ കാര്യത്തിലും നിങ്ങൾ എടുക്കുന്ന ഈ ഇരട്ടത്താപ്പ് നിലപാടുകൾ ശ്രീ വി ഡി സതീശനും കോൺഗ്രസും മനസ്സിലാക്കണം. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവസാനം പാർലമെന്റ് പിരിയാൻ നേരത്ത് ഒരു ദിവസം കൂടി നീട്ടിവെച്ച് രാമക്ഷേത്രവും പ്രതിഷ്ഠയും സംബന്ധിച്ച് വലിയ ചർച്ചയായിരുന്നല്ലോ. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ച. ആ ചർച്ചയിൽ കോൺഗ്രസും പങ്കെടുക്കുകയല്ലേ? പ്രതിപക്ഷവും മുസ്ലിം ലീഗും ഒക്കെ ബഹിഷ്കരിക്കുകയാണ്. UDF മുസ്ലിം ലീഗ് നേതാക്കന്മാരോട് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്, കോൺഗ്രസിന്റെ വർഗീയതയെ സംബന്ധിച്ച് ഉള്ള ഈ മൃദു സമീപനം, ഹിന്ദുത്വ അജണ്ടകൾ വരുമ്പോൾ എടുക്കുന്ന ഈ ഇരട്ടത്താപ്പ് നിലപാട് മുന്നോട്ട് കൊണ്ടുപോയാൽ കേജ്രിവാളും നിങ്ങൾ തമ്മിൽ വ്യത്യാസമില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ന്യായമായ ആവശ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന നിലപാട് മറ്റൊന്നുമല്ല. മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമൂഹം ഇത് അംഗീകരിക്കുമോ? നാളുകളിൽ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും ഇതിനൊക്കെ. അത് കാണാതെ പോകരുത്. ഇപ്പോഴാ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി കമൽനാഥ് മകനും ചെറുമകനും ഒക്കെയായി BJP-യിലേക്ക് പോകുന്നു. വാർത്ത വരിക. മധ്യപ്രദേശ്, ഇവിടെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു നേതാവ് MP സൽക്കാരത്തിന് പോയിരിക്കുന്നു. ആരുടെ? പ്രധാനമന്ത്രിയുടെ. NK പ്രേമേന്ദ്രൻ, VD സതീശൻ, മുരളീധരനൊക്കെ ഇറങ്ങി ന്യായീകരിക്കുകയാണ്. അങ്ങനെ പോകാൻ പോലും. നമ്മുടെ നാടിന്റെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി എന്താണ്? ഭാരതരത്നം അവാർഡ് രാഷ്ട്രീയമായി വിനിയോഗിക്കുക. ഓരോ സാഹചര്യത്തെയും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ സംഘപരിവാർ രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ അതിനെ ചെറുക്കാൻ, അതിന്റെ എതിർചേരിയിൽ അണിനിരക്കാൻ ധൈര്യപൂർവ്വം നിൽക്കേണ്ട ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകളല്ലേ നിങ്ങൾ കാണിക്കുന്നത്? ഓരോ ഭാരതരത്നം കൊടുത്തതിന്റെ പിന്നിലെയും കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ഇങ്ങനെ സംഘപരിവാറിനെ എതിർക്കാൻ നട്ടല്ലില്ലാത്തവരായി കോൺഗ്രസ് മാറിയാൽ അതിനൊപ്പം കേരളം നിൽക്കില്ല എന്നുകൂടി മനസ്സിലായിക്കൊള്ളണം. ലീഗിന്റെ നേതാക്കന്മാർക്ക്, ലീഗിന് തന്നെ ഇത്തരം നയങ്ങളോടുള്ള കോൺഗ്രസിന്റെ ഈ മൃദുല സമീപനം, ഇരട്ടത്താപ്പ് തിരിച്ചറിയേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ. എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാനാകും. സർ, ഇവിടെ കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി നേരിടുന്ന ഒട്ടേറെ കാര്യങ്ങൾ. സംസ്ഥാന സർക്കാരിന് കടമെടുക്കാനുള്ള അവകാശം, ആ അവകാശത്തെ ന്യായം പറഞ്ഞ് നിഷേധിക്കുകയാണ്. കടമെടുക്കാതെ ഏതെങ്കിലും സർക്കാരിന് മുന്നോട്ട് പോകാനാകുമോ? ആവില്ല. ഏതെങ്കിലും സംസ്ഥാനം കടമെടുക്കാതെ ഉണ്ടോ? പരിശോധിക്കണ്ടേ? കേന്ദ്രം കടമെടുക്കുന്നില്ലേ? നിങ്ങളുടെ നിലപാടെന്ത്? കിഫ്ബിയെയും പെൻഷൻ ബോർഡിനെയും ഒക്കെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവരണം എന്ന കേന്ദ്ര ന്യായത്തോട് നിങ്ങൾ യോജിക്കുകയാണോ? കിഫ്ബി അതിലൂടെ നമ്മുടെ നാട്ടിലെ പശ്ചാത്തല സൗകര്യ രംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ നിങ്ങൾ ചെറുതായി കാണുന്നുണ്ടോ? നിങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളിൽ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടില്ലേ? എന്താ, കിഫ്ബിയുടെ പണം ചെലവാക്കിയാൽ
അത് കടക്കണിയിൽ കേരളത്തെ കൊണ്ടുപോകും എന്നാണ് ഞങ്ങളുടെ മണ്ഡലത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചോ നിങ്ങൾ? നാട് വികസിക്കണം, നാടിന്റെ പശ്ചാത്തല സൗകര്യം ഉണ്ടാകണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജനവിരുദ്ധ സമീപനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ തയ്യാറാകുന്നത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഈ ബഡ്ജറ്റിനെ ഒരിക്കൽ കൂടി അനുകൂലിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു.